ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൻകുട്ടികളൊക്കെ ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ടില്ലേ അമ്മായിയുടെ വീട്ടിൽ പോയത്. അങ്ങോട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ ഞങ്ങൾ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ഞങ്ങൾ സാധാരണ പോകുന്ന വഴിയില്ല, അവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ അച്ഛൻ എന്തോ ഒരു കള്ളച്ചിരി ഉണ്ട് അച്ഛൻ്റെ മുഖത്ത്. കാണാണ്ടോ അച്ഛൻ്റെ കള്ളച്ചിരി ഗ്ലാസ്സിൽ കൂടെ? ഓക്കെ, അപ്പൊ ഇതുവരെ ഞങ്ങളോട് എവിടേക്കാ പോണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതിന് നമ്മൾ എങ്ങനെ പോണെന്ന് അറിയോ? അറിയോ അച്ഛൻ ഡ്രൈവിംഗിലാണ്. ക്ലൂ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു പാർക്ക് വരുമ്പോ ഇവിടെ പാർക്കിലേക്കാണ്. അപ്പൊ നമ്മള് പാർക്കിലേക്കാണ് പോണത്. പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള അതേ കോലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ചായി നമ്മളിവിടെ ഈ പാർക്കിൽ പോയിട്ട് കേട്ടോ. BM പാർക്കാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ റിന്യൂവേഷനൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. ഒരു സൈഡ് പാടാണ് നിറയെ, പിന്നെ പുഴ, അതിൻ്റെ ഒരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ. 5 ദിവസം മുതൽ 20 രൂപ, ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 250 രൂപ. ആദ്യമൊന്നും നമുക്കവിടെ പാസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എൻട്രിങ്ങിന്. ഇപ്പോൾ 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 20 രൂപ വെച്ച് എടുക്കണം. ഓക്കെ, എന്നാലും വേർത്താണ്. നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. പക്ഷെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അത്ര പ്ലേ ചെയ്യാനുള്ള അധികം സാധനങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. എനിക്കൊട്ടും വയ്യായിരുന്നു കേട്ടോ. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും എനിക്ക് പീരിയഡ്സ് ആയിരുന്നതുകൊണ്ട് ഞാനും അമ്മയും കുറച്ച് നേരം അവിടെ ആ സൈഡിൽ കായലിൻ്റെ ഭാഗത്ത് പോയിരുന്നു. നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. നല്ല കാറ്റും പിന്നെ നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഇവിടെ വന്നവർക്കറിയാം. നല്ലൊരു വൈബ് അടിക്കാൻ പറ്റിയൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്കപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അച്ഛനെ മിസ് ചെയ്തിട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരണ സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഒരു ഈവനിങ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നൈസാണ്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട് കേട്ടോ പുഴയിൽ. ഷട്ടറൊക്കെ ഉള്ളൊരു ഏരിയയാണ് കാണുന്നത്, ബ്രിഡ്ജിന് താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. പക്ഷേ എവിടെയും കിട്ടിയില്ല. ഞങ്ങൾ അവസാനം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുള്ള തന്നെ ഹോട്ടലിലേക്കാണ് വന്നത്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഹാർബർ ഹെറിറ്റേജ്, നമ്മുടെ ആ ഭാഗത്ത് ഇത് കുറച്ച് നല്ലതായിട്ട് ഒരു വെറൈറ്റി ഒക്കെ നമുക്ക് പരീക്ഷിക്കണമെങ്കിൽ ഈ ഒരു ഹോട്ടൽ നല്ലതാട്ടോ. ഞങ്ങൾ 3 പേര് ചിക്കൻ നൂഡിൽസും, അമ്മ വെജ് നൂഡിൽസും, അച്ഛൻ ഫ്രൈഡ് റൈസും ട്രൈ ചെയ്തു. കൊള്ളാട്ടോ, നല്ല ഫുഡായിരുന്നു. ഇപ്പം എല്ലാവരും ക്ഷീണിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിൽ പോവും. അതിനിടയിൽ കുഞ്ഞുവിന് ചെറിയൊരു ക്ഷീണം, അവന് കുറച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അതാണ് അവനങ്ങനെ ഡെസ്പായിട്ട് കിടക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി 2-3 ഫോട്ടോസൊക്കെ എടുത്ത്, അച്ഛൻ ഫോട്ടോ ഒക്കെ എടുത്തന്ന് ഇങ്ങനെ നേരെ വീട്ടിലേക്ക്. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങുക. നാളെ സ്കൂളൊക്കെ അല്ലേ, അപ്പോൾ വേഗം ഉറങ്ങുക, അത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ.